നമസ്കാരം. കലോത്സവങ്ങളിൽ ഖുറാൻ പാരായണ മത്സരം നടത്തുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെപ്പറ്റി നിങ്ങളുടെ അറിവിലുണ്ടോ? ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇല്ല എന്നായിരിക്കും ഉത്തരം. അതേപോലെ തന്നെ സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട് നമ്മുടെ ഇവിടെ പള്ളിയോട് അനുബന്ധിച്ചും അതുപോലുള്ള സ്കൂളുകളോട് അനുബന്ധിച്ചും ഈ ഞായറാഴ്ചത്തെ അതായത് ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അതേപോലെ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം താന്ത്രിക വിദ്യകളൊക്കെ പഠിപ്പിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരുമുണ്ട്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മദ്രസ അധ്യാപകരുണ്ട്. എന്നാൽ ഈ മൂന്ന് കൂട്ടരിലും ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ക്ഷേമ പദ്ധതികളും പെൻഷനും ഒക്കെ ആവിഷ്കരിക്കുന്ന ഒരു സർക്കാർ നിങ്ങളുടെ അറിവിൽ കേരള സർക്കാർ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇല്ല എന്നാണ് ഉത്തരം. ഇനി അടുത്തതായിട്ട് സമസ്തയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ അവരുടെ അനുവാദത്തിന് കാത്തുകെട്ടി കിടക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഇതിനുള്ള ഉത്തരവും കേരളം എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. സ്വർണം നമുക്കറിയാമല്ലോ, മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണ് സ്വർണം. ഈ സ്വർണം അത് ഹലാൽ സ്വർണ്ണമാണെന്നും ഞങ്ങൾ ഒരു പ്രത്യേക മതസ്ഥർക്ക് വേണ്ടി മാത്രം വിൽക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന കടയാണ് എന്ന് പരസ്യമായിട്ട് പറയാൻ മടിയില്ലാത്ത ഒരു വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനം കേരളമല്ലാതെ എവിടെങ്കിലും കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ആ സ്വർണ്ണക്കട എന്തായാലും ഇപ്പോൾ വിവാദത്തിലാണ്. അതിൻ്റെ ഓണർ തന്നെ കോടിക്കണക്കിന് രൂപ തട്ടിച്ചിട്ട് മുങ്ങിയിരിക്കുകയാണ്. അതിൽ നിക്ഷേപിച്ച അതേ മതസ്ഥരായിട്ടുള്ളവർ കടകളിൽ ചെന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അങ്ങനെ ഒരു കട ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതായത് ഞങ്ങൾ ഇന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ സ്വർണം വിൽക്കുന്നത്, അത്തരക്കാരും മാത്രമേ വന്നാൽ മതി, ഇത് ഹലാൽ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് സ്വർണ്ണക്കട തുറന്നിരിക്കുന്നു, അതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം നിങ്ങളുടെ അറിവിലുണ്ടോ എന്നാലോചിക്കുക. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇനി സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. IAS-കാരെ IPS-കാരെയൊക്കെ ഏത് ജില്ലയിൽ നിയമിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതിന് ഒരു മതവും അതിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത മതസ്ഥനാണ് തങ്ങളുടെ ജില്ലയിൽ കളക്ടറായിട്ട് വരുന്നത് അല്ലെങ്കിൽ കമ്മീഷണറായിട്ട് വരുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് മത നേതൃത്വം അതിനെതിരെ പറയുകയും സർക്കാരിനെ കൊണ്ട് ആ ഉത്തരവ് പിൻവലിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നിലധികം കാഴ്ചകൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. കേരളത്തിലല്ലാതെ കാശ്മീരിൽ പോലും നിങ്ങൾക്കത് കാണാനാവില്ല. ഇനിയുമുണ്ട് നിരവധി അനവധി ഉദാഹരണങ്ങൾ. അതായത് ഇപ്പോൾ വിവാദത്തിലായിട്ട് നിൽക്കുന്ന വഖഫ് ബോർഡുണ്ട്. ഈ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി കേരള സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ വന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അവസാനം ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരെ കണ്ട ഏക സംസ്ഥാനം കൂടി, അല്ലെങ്കിൽ അതേപോലൊരു സംസ്ഥാന സർക്കാരിനെ കാണേണ്ടി വന്ന ഏക ഒരു സ്ഥലം കൂടി കേരളമാണ് എന്ന് കാണുമ്പോഴാണ് നിങ്ങൾ അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും നിങ്ങൾ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പിച്ചു കഴിയും. ഇന്ത്യയിൽ ഒരു വർഗീയ തലസ്ഥാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ പ്രബുദ്ധ കേരളം തന്നെയാണ്. ഇവിടെ ഒരു നവോത്ഥാനവും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു മാങ്ങാത്തൊലിയും ഇതുവരെ വന്നിട്ടില്ല. ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അല്ലാതെ, ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലാതെ മറ്റൊരു നവോത്ഥാനവും ഇവിടെ വന്നിട്ടില്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും.